ഇനി നമുക്ക് ടെക്സ്റ്റിലുള്ള നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. സോൾവ് y ഡബിൾ ഡാഷ് മൈനസ് 3y ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു 4 e റേസ് ടു 2t y ഓഫ് 0 ഈക്വൽ ടു മൈനസ് 3 y ഡാഷ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 5. ഇതിൻ്റെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ലാപ്ലേസ് കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? എൽ അപ്ലൈ ചെയ്യുക. ഞാൻ ഓരോന്നിനും എൽ കൊടുത്തു, അപ്പുറത്ത് രണ്ട് സൈഡിലും കൊടുത്തു. ഇനി ഈ 3 നമുക്ക് കോൺസ്റ്റൻ്റ് അല്ലേ, പുറത്തെടുക്കാം. ഇവിടെ നിന്ന് ഞാൻ 2നെ പുറത്തെടുത്തു, ഇവിടെ നിന്ന് ഞാൻ 4നെയും പുറത്തെടുത്തു. ഇനി തുടക്കത്തിൽ ഞാൻ കുറച്ച് ഇക്വേഷൻസ് പഠിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. എൽ ഓഫ് വൈ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷനാണ്. എൽ ഓഫ് വൈ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷനാണ്. ഇത് രണ്ടും നമ്മൾ എവിടെ ഇട്ട് കൊടുക്കണം? ഇതിന് പകരം ഇട്ട് കൊടുക്കണം. അപ്പം എൽ ഓഫ് വൈ ഡബിൾ ഡാഷിന് പകരം ഞാൻ എന്ത് കൊടുത്തു? എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് എസ് ഇൻറ്റു വൈ ഓഫ് 0 മൈനസ് വൈ ഡാഷ് ഓഫ് 0 ഇതാ മൈനസ് 3 ഇൻറ്റു എൽ ഓഫ് വൈ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതാണ് എൽ ഓഫ് വൈ ഡാഷ്. എസ് ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് വൈ ഓഫ് 0 പ്ലസ് ഇവിടെ എന്തുണ്ട്? 2 ഇൻറ്റു എൽ ഓഫ് വൈ കൂടിയുണ്ട് പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 4 ഇൻറ്റു എൽ ഓഫ് ഇ റേസ് ടു 2t. ഇനി ഇങ്ങനെ എഴുതാം. എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് എസ് ഇൻറ്റു വൈ ഓഫ് 0 ചോദ്യത്തിൽ തന്നിട്ടുണ്ട് മൈനസ് 3 മൈനസ് വൈ ഡാഷ് ഓഫ് 0 തന്നിട്ടുണ്ട് 5 മൈനസ് 3 ഇൻറ്റു എസ് ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് വൈ ഓഫ് 0 നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എന്തായിരുന്നു ചോദ്യത്തിൽ തന്നിട്ടുള്ളത്? മൈനസ് 3 പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ ഈസ് ഈക്വൽ ടു എന്താണ്? 4 ഇൻറ്റു എൽ ഓഫ് ഇ റേസ് ടു 2t. ഇനി ഇതിനെ എങ്ങനെ എഴുതാം? എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് എസ് ഇൻറ്റു മൈനസ് 3 എന്താ വരിക? പ്ലസ് 3s അല്ലേ? മൈനസ് 5 ഇതാ മൈനസ് 3 ഇൻറ്റു എസ് ഇൻറ്റു എൽ ഓഫ് വൈ. ഈ മൈനസും മൈനസും ചേർന്ന് എന്തായി? പ്ലസ് 3 ആയി. പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു എൽ ഓഫ് ഇ റേസ് ടു 2t ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ എങ്ങനെ എഴുതാം? എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ പ്ലസ് 3s മൈനസ് 5. ഈ മൈനസ് 3നെ ഞാൻ ഉള്ളിലോട്ട് ഗുണിക്കുക. മൈനസ് 3 ഇൻറ്റു എസ് ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് 3 ഇൻറ്റു 3 മൈനസ് 9 പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു എൽ ഓഫ് ഇ റേസ് ടു 2t എന്താ വരിക? എൽ ഓഫ് ഇ റേസ് ടു 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/s മൈനസ് എ ആണ്. അപ്പം എൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 2. അപ്പോൾ 1/s മൈനസ് 2 എന്ന് വരും. ഇനി ഇതിനെ എങ്ങനെ എഴുതാം? ഞാൻ പറഞ്ഞു ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ എൽ ഓഫ് വൈ ഉള്ള സ്ഥലത്തു നിന്ന് അതങ്ങ് പുറത്തെടുക്കാം. എൽ ഓഫ് വൈനെ ഞാനിവിടെ പുറത്തെടുത്തു. ഈ എൽ ഓഫ് വൈ പോയാൽ അവിടെ പിന്നെ ബാക്കി ആരേ ഉള്ളൂ? എസ് സ്ക്വയർ. പിന്നെ ഇവിടെ നിന്ന് എൽ ഓഫ് വൈ പോയാൽ ബാക്കി ആരാ ഉള്ളത്? മൈനസ് 3s. ഇവിടെ നിന്ന് എൽ ഓഫ് വൈ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരാ ഉള്ളത്? 2. ബാക്കി എൽ ഓഫ് വൈ ഇല്ലാത്ത ടേംസ് അതേപോലെ എഴുതി കൊടുക്കുക. ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ഓഫ് വൈ ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 3s പ്ലസ് 2 ഇൻറ്റു പ്ലസ് 3s മൈനസ് 14 5ഉം 9ഉം കൂടി മൈനസ് 5 മൈനസ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 14 4 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2. ഇനി ഞാൻ പറഞ്ഞു നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ കണ്ടുപിടിക്കുന്നതാണ് ഉത്തരം. അപ്പോൾ ഈ വൈൻ്റെ കൂടെ എന്തൊക്കെയുണ്ടോ അതിന് ഓരോന്നിനെ നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകണം. ഇവിടുന്ന് മാറ്റണം, എങ്കിലേ നമുക്ക് വൈ മാത്രമാക്കിയിട്ട് കിട്ടുള്ളൂ. അപ്പം ആദ്യം നമുക്കിതാ ഈ ഒരു ടേമിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ഇതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? എൽ ഓഫ് വൈ ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 3s പ്ലസ് 2 ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2. ഈ മൈനസ് 14 അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പം പ്ലസ് 14 ആകും. ഈ പ്ലസ് 3s അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും? മൈനസ് 3s ആകും. ഇനി എന്ത് ചെയ്യുക? ഇത് തമ്മിൽ ഗുണിക്കുക. ഇത് നമുക്ക് ചെയ്യാൻ അറിയാമല്ലോ. 4 പ്ലസ് ഇത് തമ്മിൽ ഗുണിക്കുക. 14 മൈനസ് 3s ഇൻറ്റു എസ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 എന്താ വരിക? 4 പ്ലസ്
അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ 4ഉം -28ഉം 4 - 28 എന്താണ് -24 ആണ്. ഈ -3s², എസിൻ്റെ പവർ വലുത് വരുന്നത് ഞാൻ ആദ്യം എഴുതിയെന്നുള്ളൂ ഇവിടെ. പിന്നെ ഇതാ 14s-ഉം 6s-ഉം കൂടി കൂട്ടി എത്ര ഉണ്ട്? 20s. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? L(y) = ഇതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. -3s² + 20s. എസിൻ്റെ ടേമിനൊക്കെ ആദ്യം എഴുതുന്നു. -24 / s - 2 ഇൻറ്റു s² -3s + 2. ഒന്നുമില്ല, ഇവിടെ ഗുണിച്ച സാധനം ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ ഹരണമാകും. ഇനി നമുക്ക് y അല്ലേ കണ്ടുപിടിക്കേണ്ട, എല്ലിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താകും? L ഇൻവേഴ്സ് -3s² + 20s - 24 / s - 2 ഇൻറ്റു s² -3s + 2. ഇങ്ങനെ കിട്ടും. അപ്പം ഇതിൻ്റെ L ഇൻവേഴ്സ് നമുക്കറിയില്ല. ഇതിനപ്പോൾ എന്തിലോട്ട് മാറ്റണം? പാർഷ്യൽ ഫ്രാക്ഷൻസിലോട്ട് മാറ്റണം. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേംസിനെ നമ്മൾ എങ്ങനെ എഴുതണം? പാർഷ്യൽ ഫ്രാക്ഷൻസിലോട്ട് മാറ്റി എഴുതണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. s² -3s + 2 = അപ്പം അതിന് മുന്നേ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇതിപ്പോൾ എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഇതിനെ ലീനിയർ ഫാക്ടറാക്കി മാറ്റി എഴുതാൻ പറ്റുമെന്ന് നമ്മൾ ആദ്യം നോക്കണം. അതിന് ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. നമുക്കറിയാം -b ± √b² - 4ac / 2a. ഇത് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ബീൻ്റെ സ്ഥാനത്ത് ഇതിന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എസിൻ്റെ വാല്യൂസ് 2ഉം 1ഉം കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 2 ആണെങ്കിൽ പ്ലസ് ആണെങ്കിൽ അതിനെ മൈനസ് പറഞ്ഞിട്ട് എഴുതണം. അപ്പോൾ -2 ഇൻറ്റു s - 1 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമ്മളിതാ ലീനിയർ ഫാക്ടറാക്കി എഴുതി. അപ്പം ഈ ഇക്വേഷനിൽ ഇതിന് പകരം എന്ത് കൊടുക്കാം? s - 2 ഇൻറ്റു s - 1 എന്ന് കൊടുക്കാം. ഞാനിതാ ഇതിന് പകരം s - 2 ഇൻറ്റു s - 1 എന്ന് കൊടുത്തു. അപ്പം നിങ്ങൾ നോക്ക്, s - 2 ഇവിടെ 2 എണ്ണം ഉണ്ട്. നമുക്കറിയാം എന്താ? x ഇൻറ്റു എക്സ് എന്താണ്? x² ആണ്. അതേപോലെ s - 2 ഇൻറ്റു s - 2 എന്താണ്? s - 2² ആണ്. അപ്പോൾ ഇതെന്ത് വരും? s - 2² ഇൻറ്റു s - 1. അപ്പം ഇനി ഇതിനെ എങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി എഴുതാമെന്നാണ് പറയുന്നത്. ഈ s - 2² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലീനിയർ ഫാക്ടറാണ്. അപ്പോൾ അതിനെ എങ്ങനെ എഴുതാം? a / s - 2 + b / s - 2². ഇതും ലീനിയർ ഫാക്ടർ ആയതുകൊണ്ട് c / s - 1 എന്ന് എഴുതാം. ഇനി നമുക്ക് a b cൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് ഇതിൽ കൊടുത്താലേ നമുക്ക് ഇത് കിട്ടുള്ളൂ. സോ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഈ ഇക്വേഷനെ ഇവിടെ എന്താണോ ഉള്ളത് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 1 ഇൻറ്റു s - 2² ഇൻറ്റു s - 1. എവിടെ മൾട്ടിപ്ലൈ ചെയ്യണം? ഈ സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യണം, ഈ സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? -3s² + 20s - 24 / s - 2² ഇൻറ്റു s - 1 ഇൻറ്റു s - 2² ഇൻറ്റു s - 1. ദാറ്റ് ഈസ് ഈക്വൽ ടു a ഇൻറ്റു s - 1 ഇൻറ്റു s - 2² ഡിവൈഡഡ് ബൈ s - 2 പ്ലസ് b ഇൻറ്റു s - 1 ഇൻറ്റു s - 2² ഡിവൈഡഡ് ബൈ s - 2² പ്ലസ് c ഇൻറ്റു s - 1 ഇൻറ്റു s - 2² ഡിവൈഡഡ് ബൈ s - 1. ഇതും ക്യാൻസൽ ചെയ്ത് പോകും, ഇതും ക്യാൻസൽ ചെയ്ത് പോകും. അതേപോലെ തന്നെ ഇവിടെ s - 2ഉം ഇവിടെ ഒരു s - 2ഉം പോയാൽ പിന്നെ അവിടെ ഒരു s - 2 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഈ s - 2² ഈ s - 2² വെട്ടിപ്പോകും. ഈ s - 1ഉം ഇതും വെട്ടിപ്പോകും. പിന്നെ ബാക്കി ഇവിടെ എന്തേ ഉള്ളൂ? -3s² + 20s - 24 = a ഇൻറ്റു s - 1 ഇൻറ്റു s - 2 പ്ലസ് b ഇൻറ്റു s - 1 പ്ലസ് c ഇൻറ്റു s - 2². ഇനി നമുക്ക് എ ബി സി ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇവിടെ 0 ആക്കണമെങ്കിൽ എസ്സിന് 1 ഇട്ട് കൊടുത്താൽ മതിയല്ലോ. എസ്സിന് 1 ഇട്ട് കൊടുക്കാം. അപ്പോൾ -3 × 1 + 20 × 1 - 24 = a × 0 പ്ലസ് b × 0 പ്ലസ് c × 1 - 2² നമുക്കറിയാം ഇവിടെ 1 കൊടുക്കുമ്പോൾ 1 - 1 ഫുള്ള് 0 ആയി പോകും. ഇവിടെ 1 കൊടുക്കുമ്പോൾ 1 - 1 0 0 × b എന്താണ്? 0. ബാക്കി ഈ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതെന്ത് വരും? -3 + 20 - 24 = 0 പ്ലസ്
1 മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1. -1ൻ്റെ സ്ക്വയർ എന്താണ്? 1 ആണ്. അതായത് c ഇൻറ്റു -1ൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു c ഇൻറ്റു 1 ഈക്വൽ ടു c. c ഈക്വൽ ടു എന്ത് വരും? c ഈക്വൽ ടു -7. അതായത് 20 - 24 -4 വരും. -4 - 3 എന്താണ്? -7 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? cൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എസ്സിന് 2 ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? s ഈസ് ഈക്വൽ ടു 2. എസ്സിന് 2 കൊടുക്കുമ്പം ഇവിടെ എന്താ വരിക? -3 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 20 ഇൻറ്റു 2 -24 ഈക്വൽ ടു a ഇൻറ്റു ഇവിടെ 2 വന്നാൽ 2 - 2 0 ആകും. അപ്പോൾ അത് മൊത്തം 0 ആകും. പ്ലസ് b ഇൻറ്റു 2 - 1 ഇവിടെ 2 വന്നാൽ 2 - 2 0 പ്ലസ് c ഇൻറ്റു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു -3 ഇൻറ്റു 4 പ്ലസ് 40 - 24 ഈക്വൽ ടു 0 പ്ലസ് b ഇൻറ്റു 1 പ്ലസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു -12 പ്ലസ് 40 - 24 ഈക്വൽ ടു b. 4 ഈക്വൽ ടു b എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ബിയും സിയും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്തും കൂടി കണ്ടുപിടിക്കണം? എയും കൂടി കണ്ടുപിടിക്കണം. പക്ഷേ എ കണ്ടുപിടിക്കാൻ ഇനി ഇതിലൊരു ടേമും 0 ആക്കാനില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ കോയിഫിഷ്യൻസ് കമ്പയർ ചെയ്തിട്ട് വേണം എ കണ്ടുപിടിക്കാൻ. അപ്പം നമ്മൾ ഇക്വേഷൻ ഒന്നും കൂടി എടുത്തെഴുതി. ഇനി ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ s-1 ഇൻറ്റു s-2 ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടേം കിട്ടും. s-2 ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടേം കിട്ടും. ഇനി ഈ a വെച്ചിട്ടും ഉള്ളിലുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ c വെച്ചിട്ടും ഉള്ളിലുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതൊരു ഫോമിൽ കിട്ടും? ഈ ഒരു ഫോമിൽ കിട്ടും. ഇനി നമുക്ക് എൻ്റെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഒന്നുമില്ല, നമുക്ക് s² കോയിഫിഷ്യൻസിനെ കമ്പയർ ചെയ്യാം. കമ്പയറിങ് കോയിഫിഷ്യൻസ് ഓഫ് s². ഇവിടെ s² കൂടെ ആരാ ഉള്ളത്? -3. ഇനി ഇവിടെ s² ഇല്ല. ഇവിടെ s² കൂടെ ആരാ ഉള്ളത്? a. പിന്നെ ഇവിടെ s² കൂടെ ഇവിടെ ഒരു c ഉണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ -3 ഈക്വൽ ടു a പ്ലസ് c കിട്ടി. -3 ഈക്വൽ ടു നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. cൻ്റെ വാല്യൂ എന്താണ്? 7 ആണ്. അപ്പോൾ -3 ഈക്വൽ ടു a - 7 കിട്ടും. a ഈക്വൽ ടു -3 പ്ലസ് 7 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 4 കിട്ടും. അപ്പോൾ നമുക്ക് a b c കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് ഇതിന് പകരം ഇട്ട് കൊടുക്കാം. അപ്പോൾ തൊട്ട് മുൻപ് നമ്മൾ എഴുതിയതാ പാർഷ്യൽ ഫ്രാക്ഷൻസിലോട്ട് മാറ്റി അവിടെ a b cക്ക് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കുക? ഈ വാല്യൂസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഇക്വേഷനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻസിലോട്ട് മാറ്റി അല്ലേ? അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ ഇതിൻ്റെ ഇൻവേഴ്സ് കാണാനല്ലായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്? L ഇൻവേഴ്സ് ഓഫ്, അതായത് y ഈസ് ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് -3s² പ്ലസ് 20s - 24 ഡിവൈഡഡ് ബൈ s-2 ഹോൾ സ്ക്വയർ ഇൻറ്റു s-1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കുക? L ഇൻവേഴ്സ് കൊടുക്കുക. 4 ഡിവൈഡഡ് ബൈ s-2 പ്ലസ് L ഇൻവേഴ്സ് 4 ഡിവൈഡഡ് ബൈ s-2 ഹോൾ സ്ക്വയർ -7 ഡിവൈഡഡ് ബൈ s-1. L ഇൻവേഴ്സ് ഓഫ് 7 ഡിവൈഡഡ് ബൈ s-2 ഹോൾ സ്ക്വയർ കൊടുക്കാം. സോറി, L ഇൻവേഴ്സ് ഓഫ് 7 ഡിവൈഡഡ് ബൈ s-1 ആണ്, ഹോൾ സ്ക്വയർ അല്ല. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഈ 4നെ പുറത്തെടുക്കാം. L ഇൻവേഴ്സ് 1 ബൈ s-2 പ്ലസ് 4 ഇൻറ്റു L ഇൻവേഴ്സ് 1 ബൈ s-2 ഹോൾ സ്ക്വയർ -7 ഇൻറ്റു L ഇൻവേഴ്സ് 1 ബൈ s-1 -7 ഇൻറ്റു L ഇൻവേഴ്സ് 1 ബൈ s-1. ഇനി എന്താണ് L ഇൻവേഴ്സ് 1 ബൈ s-2? നമുക്കിവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് L ഇൻവേഴ്സ് 1 ബൈ s-2 എന്താണെന്ന്. എന്താ വരിക? e⁻²t. എങ്ങനെയാണ് വന്നത്? L ഇൻവേഴ്സ് 1 ബൈ s-a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? e⁻at ആണ്. ഈ എൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാ? 2 ആക്കി കൊടുത്തു. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് എന്താ വേണ്ടത്? L ഇൻവേഴ്സ് 1 ബൈ s-2 ഹോൾ സ്ക്വയർ. ഇത് നമുക്ക് കണ്ടുപിടിക്കണം. അതിനൊരു റിസൾട്ട് ഉണ്ട്.
എൽ ഇൻവേഴ്സ് 1/s-a² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e⁻t ഇൻറ്റു t⁻n−1 ഡിവൈഡഡ് ബൈ n−1 ഫാക്ടോറിയൽ. ഇതാ ഈ ഒരു റിസൾട്ട് വെച്ചിട്ട് നമുക്ക് ഇതിനെ എഴുതാം. ഇവിടെ e⁻at, എൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാ 2, അപ്പം e⁻2t. ഇനി t⁻n−1, എന്നിൻ്റെ സ്ഥാനത്ത് ഇതാ ഇവിടെ n ആണ്, ഈ എന്നിൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാ 2, അപ്പം 2-1 ഡിവൈഡഡ് ബൈ 2-1 ഫാക്ടോറിയൽ. അപ്പോൾ e⁻2t t ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് t തന്നെ വരും. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് എന്താ, എൽ ഇൻവേഴ്സ് 1/s-1. ഇതാ എൽ ഇൻവേഴ്സ് s-a എന്ന് പറഞ്ഞാൽ e⁻at, ഇവിടെ എൻ്റെ സ്ഥാനത്ത് ആരാണ് 1, അപ്പോൾ e⁻t. അപ്പോൾ ഇത് മൂന്നും കിട്ടിയല്ലോ. ഇനി നമുക്കത് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ തൊട്ട് മുൻപ് നമ്മൾ കണ്ടുപിടിച്ചത് നമുക്കിവിടെ ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × e⁻2t പ്ലസ് 4 × e⁻2t t മൈനസ് 7 × e⁻t എന്ന് വരും. ഇത്രേ ഉള്ളൂ ആൻസർ. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. സോൾവ് ദ ഫോളോവിങ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. y⁻4 - 9y = 0, y(0) = 1, y'(0) = 0, y'(0) = 3, y'(0) = 0. അപ്പം ഇവിടെ എന്ത് തന്നെയാണ്, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ലാപ്ലേസ് നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ ഞാൻ എടുത്തെഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്ലേസ് കൊടുക്കുക രണ്ട് സൈഡിലും. L(y4 - L(9y) = L(0) വരും. ഇവിടെ നിന്ന് ഈ 9നെ ഞാൻ പുറത്തെടുത്തു. L(0) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് L(y4) വരണ്ടേ. അപ്പം ഇത് വേണം, ഇത് ഉണ്ടെങ്കിലല്ലേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ L(y4)ൻ്റെ എക്സ്പാൻഷൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. എന്താണത്, ഇതാ L(y4) = s⁴ L(y) മൈനസ് s³ y(0 - s²) y'(0) മൈനസ് sy'(0) മൈനസ് y'(0). അപ്പം ഈ L(y4)ന് പകരം എന്തിട്ട് കൊടുക്കണം, ഇതിട്ട് കൊടുക്കണം. ആദ്യം തന്നെ നമുക്കത് ഇട്ട് കൊടുക്കാം. y'(0) വരെ എഴുതി. ഇനി ഇക്വേഷനിൽ എന്തുണ്ട്, -9 × ഒരു L(y) കൂടി ഉണ്ട്. ഇതിന് പകരം നമ്മൾ ഇത് കൊടുത്തു, -9 × L(y) = 0. ദാറ്റ് ഈസ് നമുക്ക് എന്ത് വരും, s⁴ L(y) മൈനസ് s³ y(0) ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എന്താണ് 1, മൈനസ് s² y'(0) തന്നിട്ടുണ്ട് 0, മൈനസ് s y'(0) തന്നിട്ടുണ്ട് 3, മൈനസ് y'(0) എന്താണ് 0, മൈനസ് 9 × L(y) = 0. ദാറ്റ് ഈസ് s⁴ L(y) മൈനസ് s³ മൈനസ് 0 മൈനസ് 3s മൈനസ് 0 മൈനസ് 9 L(y) = 0. ദാറ്റ് ഈസ് s⁴ L(y) മൈനസ് s³ മൈനസ് 3s മൈനസ് 9 × L(y) = 0. ഇനി ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ഇവിടെ നിന്ന് L(y) വരുന്നിടത്തുനിന്ന് അത് പുറത്തെടുക്കാം. ഞാൻ L(y)നെ പുറത്തെടുത്താൽ ഇവിടെ എന്താ ഉള്ളത്, s⁴, ഇവിടെ എന്താ ഉള്ളത് -9. ബാക്കി L(y) ഇല്ലാത്ത ടേംസ് അതേപോലെ എഴുതി കൊടുക്കുക =0. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് y ആണ്. അപ്പം y ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ടേംസിനെ കൊണ്ടുപോകാം. L(y) × s⁴ - 9 = s³ പ്ലസ് 3s. ഈ മൈനസ് അപ്പുറത്ത് ചെല്ലുമ്പോൾ എന്താകും, പ്ലസ് ആകും. L(y) = s³ പ്ലസ് 3s ഡിവൈഡഡ് ബൈ s⁴ പ്ലസ് 9. ഇത് അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ എന്താകും, ഹരണമാകും. ഇനി s³ പ്ലസ് 3s ഡിവൈഡഡ് ബൈ s⁴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ സ്ക്വയറാണ്,
എസ് സ്ക്വയറിൻ്റെ സ്ക്വയറാണ് നമുക്കറിയാം. സോറി, ഇതിവിടെ മൈനസ് ആണ്. 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തിൻ്റെ സ്ക്വയറാണെന്നറിയാം? 3ൻ്റെ സ്ക്വയറാണെന്ന് നമുക്കറിയാം ഇല്ലേ? അപ്പം ഇത് കിടക്കുന്നത് എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമുല. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താ? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി അല്ലേ? അപ്പം ഇത് നോക്ക്, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് സ്ക്വയർ, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമുല ആയതുകൊണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് എഴുതാം. എസ് ക്യൂബ് പ്ലസ് 3s ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് സ്ക്വയർ മൈനസ് 3 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 3. ഈ രീതിയിൽ എഴുതാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടുന്ന് നമുക്കൊരു എസ്സിനെ പുറത്തെടുക്കാം. ഇവിടുന്ന് ഞാൻ എസ്സിനെ പുറത്തെടുത്താൽ ഇവിടുന്ന് ഒരു എസ് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്ര എസ് ഉണ്ട്? 2 എണ്ണം അല്ലേ? ഇവിടുന്ന് എസ് പോയാൽ പിന്നെ അവിടെ 3 മാത്രമേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 3 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 3. ഈ എസ് സ്ക്വയർ പ്ലസ് 3യും ഈ എസ് സ്ക്വയർ പ്ലസ് 3യും വെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 3 മാത്രമേ ഉള്ളൂ ഇല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയത് എന്തായിരുന്നു? എൽ ഓഫ് വൈ ഈസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 3. നമുക്ക് എന്താ വേണ്ടത്? വൈ. അപ്പം എല്ലിന് അപ്പുറത്തോട്ട് കൊടുക്കുമ്പോൾ അതെന്താകും? എൽ ഇൻവേഴ്സ് ആകും. എൽ ഇൻവേഴ്സ് എസ് സ്ക്വയർ മൈനസ് 3. എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ്. നമുക്ക് ഇതിൻ്റെ എൽ ഇൻവേഴ്സ് തന്നെ കണ്ടുപിടിക്കണം. നമുക്കറിയാം എൽ ഇൻവേഴ്സ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എച്ച് 80 ആണ്. നമുക്ക് എന്താ വേണ്ടത്? എൽ ഇൻവേഴ്സ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 3 ആണ് വേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്ക്, എ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ കിടക്കുന്നത്? 3. എ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? 3. അങ്ങനെയാണെങ്കിൽ എ എന്തായിരിക്കും വരിക? √3 അല്ലേ? നമുക്ക് സ്ക്വയർ പോക്കുമ്പോൾ അപ്പുറത്ത് എന്തിട്ട് കൊടുക്കണം? റൂട്ട് ഇട്ട് കൊടുക്കണം. അപ്പം ഇതെന്താ വരിക? കോസ് എച്ച് √3t വരും അല്ലേ? കോസ് എച്ച് √3t വരും. എക്ക് പകരം എന്ത് വരും? √3. അപ്പോൾ ഇത്രയേ ഉള്ളൂ.